നമ്മളെവിടെ നിർത്തിയത് ന്യൂഡിൽസും ബ്രെഡും കഴിക്കാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ഊട്ടി പോകാൻ നിർത്തിയത്. അപ്പോൾ അടുത്തത് ഊട്ടിയത്തെ വ്ളോഗ് എന്ന് പറഞ്ഞ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വലിയൊരു ശിവലിംഗം കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് വ്ളോഗാക്കിയിടാന്ന് വിചാരിച്ചു. ഷർട്ട് എങ്ങനെയുണ്ട്? നന്നായി ഉണ്ട് അല്ലേ? അമ്മി പറയാം എൻ്റെ പിള്ളേർ പറഞ്ഞു. സംഭവം ഇവിടെ നല്ല ക്ലൈമറ്റ് ആയില്ലേ? ഞാൻ ചൂടാകും വിചാരിച്ചു. പക്ഷേ ഗൈസ്, അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇതായി ശിവലിംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കിന്ന് വീഡിയോ എടുത്തിട്ട് ഇട്ടാൽ അതൊരു കുട്ടി വ്ളോഗാക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അൻസിലിമോൻ്റെ അത് പറഞ്ഞ് അവിടെ വണ്ടി നിർത്തി. ഞാൻ ആദ്യം ശരി കിടക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചത്. എന്നിട്ട് കമ്പി വേലിയുടെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഇതെടുത്തത്. പിന്നെ അപ്പുറത്തൊരു വഴി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വഴിക്ക് പോയി. ഇതൊക്കെ പുറത്ത് നിന്നിട്ട് എടുത്താണ് കേട്ടോ, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. ഞാനെന്താ വിചാരിച്ചത്, അതിൻ്റെ ഉള്ളിലേക്ക് മുസ്ലിങ്ങൾക്കല്ല അവിടെ അല്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ അങ്ങനെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ അതാണ് ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്തത് കേട്ടോ, ഉള്ളിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ പോയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അവർ പറഞ്ഞു ആ കയറാൻ കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ കയറിക്കോ പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി. ഒരു കാടും മല അതിൻ്റെയൊക്കെ ഒരു താഴ്വാരത്തായിട്ടാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ക്ഷേത്രം തന്നെ പറയാം, സത്യം പറയാലോ. അത്രയും എന്താ പറയുക, ഏകാന്തത, ശാന്തമായ അന്തരീക്ഷം, നല്ല തണുപ്പ്, നല്ല ഇളം കാറ്റ്, എന്താ പറയുക. ഇപ്പോൾ സ്വാമിമാർക്കൊക്കെ ഇങ്ങനെ ധ്യാനിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. അത്രയും രസമായിട്ടുണ്ട്. എന്തൊരു വലിപ്പമുള്ള ശിവലിംഗമാണെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ കുട്ടി അങ്ങനെയല്ലേ കണ്ടിരുന്നത് നമ്മളൊക്കെ. പക്ഷേ ഇത് എന്തൊരു വലിപ്പം എന്നാ പറയേണ്ടത് കഴിഞ്ഞാൽ ഒരു ഭീമാകരമായൊരു ശിവലിംഗം. കാരണം അത്രയും വലിപ്പമാണത്. പിന്നെ ഇതിന് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല, പൂട്ടിയിരിക്കണു. അങ്ങനെ പോയി ഒരുപാട് സിദ്ധന്മാർ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ പ്രതിമകൾ എന്ത് രസമായിട്ടാണെന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത്. അത്രയും ഭംഗി. ഇത് ആരെ ചെയ്ത വ്യക്തി ആരാണോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നല്ല നമുക്ക് വായിക്കാൻ പറ്റില്ല, അന്വേഷിച്ച് നമുക്കറിയില്ല. കാരണം അവിടെ ആരും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ ന്യൂ ജനറേഷൻ അവർക്ക് ഇതിനെക്കുറിച്ച് വല്ലാതെ അറിയില്ലല്ലോ. പക്ഷേ എന്തായാലും വേറെ ലെവല്. ഒരുവിധമുള്ള ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത ഒരുപാട് സിദ്ധന്മാരുടെ പ്രതിമകളുണ്ട് കേട്ടോ. അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇത് ദേവിയാണോ എനിക്കറിയില്ല കേട്ടോ, അറിയുന്നൊരു കമൻറ്റ് ചെയ്യ്. അപ്പോൾ അവരുടെയും ഒരുപാട് കുട്ടി രസമുള്ള പ്രതിമകൾ പോലെ എന്താ പറയുക എനിക്കറിയില്ല. ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കല്ലേ അറിയുള്ളൂ. ഇത് നല്ല രസമുണ്ട്. ഒരു സ്വാമിയുടെ മൊട്ടക്കുന്ന് ഷൂട്ടിംഗ് പോയിന്റും കണ്ടോ. വണ്ടികളൊക്കെ വരി നോക്കി കാണുന്നുണ്ടോ. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. കാറ്റ് ചടാറ് കാറ്റ് കിട്ടോ. ഞാൻ പഴയ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല കാറ്റ്. മൊബൈലെങ്ങാനും പറന്ന് പോവാണാവോ. അപ്പോൾ ഊട്ടി പോണ വഴിക്ക് നിങ്ങളാരും മറക്കരുത്, പോണ വഴിക്ക് തന്നെയാണ് ഇത്രയും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണാം. ആർക്ക് വേണമെങ്കിലും പോവാം കേട്ടോ, കുഴപ്പമില്ല. കണ്ട് എന്ത് രസമാണെന്നറിയോ. പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ എന്തൊരു മനോഹാരിത. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ശാന്തത പറയുന്നത് മനസ്സിലൊക്കെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നീ എന്തെങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലാണ് എന്താണ് അതിൻ്റെ അനുഭവം എന്നറിയുള്ളൂ. ഓക്കെ. ഷംനാലക്കിയുടെ ക്യാമറാമാൻ അസിൻ ബാദുഷ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഗൈസ്, എൻ്റെ സ്വന്തം മസിമോൾ അതിഗംഭീര ഷൂട്ടിലാണ്.
നേരെ വരുന്നത് നോക്ക് ഗൈസ് പുറകിൽ. നമ്മൾ മറ്റേ കോലം ഇടണല്ലോ റിഷ്താത്ത, ഇതാവുമ്പോൾ ഇങ്ങനെ ചോക്കും കൊണ്ട് വരച്ചാൽ മതി, അപ്പോൾ കോലം പോലെ വരും. ഈ പൊടി അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോ ഇടാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.